ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുടെ സംരക്ഷണത്തിന് പുതിയൊരു സേന രൂപവത്കരിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് ഹൂതികൾ അമേരിക്കയെ വിറപ്പിക്കുന്നുവെന്ന സാരം. ദിവസങ്ങൾ പിന്നിടുമ്പോൾ വമ്പൻ കമ്പനികളടക്കമുള്ളവ കപ്പൽ സർവീസ് ഇതുവഴി നിർത്തുന്നു എന്ന പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക് ഇത്തരമൊരു സൈനിക നീക്കം നടത്തുവാനായി. യമനിലെ ഹൂതി വിമതർ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത്. തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്കു നീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് ഓസ്റ്റിൻ പറഞ്ഞു. അതിനാൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. UK, ബഹ്റിൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നിവരാണ് സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ. കൂട്ടായ്മയിലെ ചില രാജ്യങ്ങൾ ചെങ്കടലിലും ഏഡൻ ഉൾക്കടലിലും സംയുക്ത പെട്രോളിംഗ് നടത്തും. മറ്റ് രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണ നൽകും. ചെങ്കടലിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ 2022 ഏപ്രിൽ രൂപം നൽകിയ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 153 ആയിരിക്കും ദൗത്യം ഏകോപിപ്പിക്കുന്നത്. കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 39 രാജ്യങ്ങളാണ് ഉള്ളത്. ഹൂതി ആക്രമണം നേരിടാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ USS കാർണി, USS ടേതം, അതുപോലെ തന്നെ USS മാസൺ എന്നിവ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. യമൻ വിമത വിഭാഗമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണവില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം. കഴിഞ്ഞ ദിവസം ബ്രെന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $1.40 ഉയർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കമ്പനികളും കൂടാതെ ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എണ്ണ വ്യവസായ ഭീമന്മാരായ BP തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതലാണ് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയിലായിരുന്നു ഹൂതികളുടെ ഈ നീക്കം. അതിന്റെ ഭാഗമായി ഇസ്രായേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ 9 ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഡിസംബർ 15 ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ MSC പലാട്രിയം 3 എന്ന കപ്പലിന് നേരെ ഹൂതി വിഭാഗം ആക്രമണം നടത്തി. ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി.